Thank you, Shankar sir. Others, I request to kindly join down. And Shankar sir will celebrate the win with a celebration soon. Thank you, sir. മലയാളി ആർട്ടിസ്റ്റിനെ ഫോളോ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. നേരെ മുതൽ നമ്മൾ പുള്ളിയുടെ കട്ട ഫാനാണ്. ബോബി സിംഹ. ഹലോ, ஜூலை 12, அதாவது இது 2 days தான் இருக்கு. தாத்தா வராரு. So hope you all see the film in theaters. பெரிய பெரிய ஹிட் ஆகும் என்ற நம்பிக்கை எனக்கு இருக்கு. And I really thank Shankar sir for giving this opportunity. Sir, Kamal sir, உங்க கூட நடிக்கிற பாக்கியம் எனக்கு கிடைச்சது. I'm very happy sir. கனவோட நான் நினைச்சு பார்க்கல. உங்க கூட வந்து ஸ்கிரீன் ஸ்பேஸ் வந்து நான் ஷேர் பண்ணுவேன். Thank you so much sir. Siddharth sir, thank you so much. Thank you so much. Dr. Jigardanda, Kamara Sambhavam. But என்ன ரெண்டு பேருக்கான காம்பினேஷன் சீன்ஸ் எல்லாம் உள்ளது. இன்னொன்று என்னன்னா, என்னோட ஃபர்ஸ்ட் ஃபீச்சர் ஃபிலிமோட ப்ரொடியூசர் வந்து சித்தார்த் சார். லவ் ஃபெயிலியர், காதலில் சொதப்பது எப்படி. தேங்க்யூ சார். அண்ட் சார் கோபாலன் சார், தேங்க்யூ ஸோ மச் ஃபார் ரிலீசிங் அவர் ஃபிலிம். Thanks a lot. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ കഥാപാത്രങ്ങളിലൂടെ വന്ന് നായകനായി പ്രതിനായകനായി ഇന്ന് എന്താ പറയാ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന നായകനായി മാറിയ നമ്മുടെ പ്രിയ ജോജോ ഇതിലേക്ക് സ്വാഗതം.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ഡീസന്റ് ആയിട്ട് നിൽക്കണം. എനിക്ക് ഇതുപോലെ തന്നെ കൂവണം എന്നൊക്കെ ഉണ്ട് കമൽ സാറിനെ കണ്ടിട്ട്. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലം മുതൽ എന്താ പറയാ, അന്ന് ഒരു താരമായി നമ്മൾ ആരാധിച്ചു. അതിനുശേഷം ഞാനൊക്കെ സിനിമയിലെ ഒരു സിനിമ വിദ്യാർത്ഥി ഇപ്പോഴും അത് തന്നെയാണ്. പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് കമൽ സാർ. കാരണം അത്രയധികം ഞാനൊരു ഇരട്ടവേഷം ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടപ്പളകി. 31-ലധികം ഇരട്ടയല്ല, ട്രിപ്പിളും 10 വേഷം. അപ്പോ അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഗോപാലൻ സാർ, പ്രൊഡക്ഷൻ ടീം എല്ലാവരോടും നന്ദി. ഇത് എൻ്റെ ഒരു ഫാൻ മൊമെന്റ് ആണ്. സാറിൻ്റെ കൂടെ ഞാൻ തഗ് ലൈഫ് എന്നുള്ള സിനിമയിൽ അതിലൊരു ചെറിയ സംഭവം എന്താ വെച്ചാൽ, ഞാൻ അഭിനയിക്കാൻ ചെന്ന ഫസ്റ്റ് ദിവസം മണിസാറൊക്കെ ഒരു സീൻ റിഹേഴ്സൽ, ഫസ്റ്റ് സീൻ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ പുള്ളിയാണ് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ചെയ്യുന്നുള്ള ലെവലിൽ കോൺഫിഡൻസിലൊക്കെ ഞാൻ റിഹേഴ്സൽ ചെയ്തു. ലാസ്റ്റ് റിഹേഴ്സലിൽ ബാക്കിൽ കമൽ സാർ വന്നിട്ട് ഞാൻ ഡയലോഗ് പറയാൻ കൊടുക്കുമ്പോൾ ഞാൻ സ്റ്റക്കായി പോയി. അന്നാണ് ഞാൻ ഇത്ര ക്ലോസ് റേഞ്ചിൽ സാറിനെ കാണുന്നത്. അതെൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവമാണ്. അതിനുശേഷം സാറിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റി. സിനിമയും ഭക്ഷണവും ഫുഡിനെ കുറിച്ച് ഞങ്ങൾ വളരെ വിശകലമായിട്ടുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം. ഒപ്പം ഇന്ത്യൻ 28 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. സാറ് എന്താ പറയാ, സാറിന് ഇനിയുമുള്ള സിനിമകൾ, ഡയറക്ഷൻ സിനിമകൾ, സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമകൾ, സാർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ കാണാൻ ഞങ്ങളെല്ലാവരും കൊതിയോടുകൂടിയിരിക്കുകയാണ്. ഇന്ത്യൻ മാത്രമല്ല, ഇനിയുള്ള എല്ലാ സിനിമകളും കാണും. ഇത്രയും വലിയ ആളുകൾ നമ്മളെ മലയാളികളോടുള്ള, മലയാള സിനിമയോടുള്ള സ്നേഹവും, മലയാളികളോടുള്ള സ്നേഹവും, മലയാള സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെയൊക്കെ കാണാൻ കമൽ സാറൊക്കെ ഇവിടെ വരുന്നത്. അത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെ ഇന്ത്യയിൽ കാണൂലേ. താങ്ക് യു. അപ്പൊ എല്ലാ വിശ്വാസം ഒരിക്കൽ കൂടി താങ്ക്സ്. ഇനി സിദ്ധാർത്ഥ് സാർ, ലവ് യു. ഇവിടുത്തെ സകല ബന്ധങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, ബോബി ചീരുതെന്ന് പറഞ്ഞ് ഞാൻ ഫാനാണ്, ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസരം എനിക്കിവിടെ വരാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ശരിക്കും ഞാനും എന്താ പറയാ, ഭയങ്കര ത്രില്ലാണ്. എനിക്കിങ്ങനൊരു ഓക്കെടാ. ശരി, താങ്ക്സ്. Thank you, Jordan. Thank you so much. A round of applause for Jojo George. ആ ഒരു സ്പിരിറ്റിന് ഈ ഒരു ടൈമിൽ വന്ന ഇന്ത്യൻ ടീമിന്റെ സെലിബ്രേഷൻസിന്റെ ഭാഗമായി ജോയിൻ ചെയ്തതിന് താങ്ക് യു. ബോയ്സിലെ അല അല എന്ന സോങ് കണ്ടിട്ട് ആർക്കും തോന്നില്ല അല്ലേ? The all-time charmer, ladies and gentlemen, Siddharth Tukochi. Hello, Kochi! பால் போலே 16 எனக்கு ஒரு கேர்ள் ஃப்ரெண்ட் வேணும் என்று புதிதாக விழுந்த மலர் போல எனக்கு ஒரு கேர்ள் ஃப்ரெண்ட் வேணும். எனக்கு ஒரு girlfriend 21 years முன்னாடி ஒரு டைரக்டர் என்ன கூப்பிட்டு முதல் படம் பாய்ஸ் இந்தா நடிச்சிட்டு போ அப்படின்னு சொல்லி ஒரு டைரக்டர் எனக்கு முதல் வாய்ப்பு கொடுத்தாரு. அந்த டைரக்டர் தான் பிரம்மாண்ட இயக்குனர் சங்கர். அது என் வாழ்க்கையில மிக முக்கியமான ஒரு வாய்ப்பு. ஏன்னா அதான் என்னோட ஃபர்ஸ்ட் சான்ஸ்.
20 வருஷத்துக்கு அப்புறம் திரும்ப கூப்பிட்டு சொன்னாரு, இந்த இன்னொரு வாய்ப்பு நடிச்சுட்டு போகணும். அந்த 2வது வாய்ப்பு தான் இந்தியன் 2. ஆனா இந்த இந்தியன் 2 வாய்ப்பு வந்து அந்த பாய்ஸ் வாய்ப்போட பெரிய வாய்ப்பு. ஏன் தெரியும்ல? கமல் சார். ஏன்னா என் முன்னாடி கமல்ஹாசன் நடிச்சிட்டு இருக்காரு. நான் சின்ன வயசுல இருந்து யார் என்ன எப்போ என்னோட ஃபேவரட் ஆக்டர் யாருன்னு கேட்டாலும் நான் ஒரே பதில் தான் சொல்லுவேன், கமல்ஹாசன். கமல் சார், I love you very very much. Thank you for giving me the chance to share the screen with you. இந்த இந்தியன் 2 ஒரு ரொம்ப ரொம்ப இம்பார்ட்டன்ட் படம். நீங்க எல்லாரும் யங்ஸ்டர்ஸ் இருக்கீங்க. இந்தியன் பார்ட் 1 வரப்போ நீங்க தியேட்டர்ல போய் படத்தை பார்க்கல. இந்தியன் பார்ட் 1 படம் தியேட்டர்ல பார்க்கறப்போ ஒரு கோவம் வந்துச்சு. இந்த சிஸ்டமை மாற்ற முடியாதா, அவ்வளவுதானா, நம்மளாம் காமன் மேன்னா அவ்வளவுதானா ஒரு கோவம் வந்துச்சு. இப்ப அந்த கோவம் நீங்களாம் தியேட்டர்ல உங்களுக்கு வரப்போகுது. 2 daysல வரும். As a common man, as a youngster, as the future of this country, உங்க எல்லாருக்கும் இந்த படம் ஒரு பயங்கரமான சர்ப்ரைஸ் and ஒரு பெரிய மெசேஜோட காத்துட்டு இருக்கு. இந்தியன் 2 hits theaters on July 12th. எனக்கு பாய்ஸ்ல இருந்து இந்தியன் 2 வரைக்கும் கேரளால புள்ளிக்கு நிறைய ஃபேன்ஸ் இருக்காங்க. So thank you for all the love for all these years. I'm very very grateful. I love you all. இந்த படத்தோட டெக்னீஷியன்ஸ் டெஃபினட்டா நீங்க இந்த படத்துக்கு அப்புறம் you're going to enjoy Anirudh's music and Ravi Varman's cinematography. And இந்த படத்துல என் கூட நடிச்ச ஆக்டர்ஸ் பாபி சிம்மா is fantastic in the film. ரகுல்பீத் சிங், சமுத்திரகனி, பிரியா பவானி சங்கர், நிறைய பேர் இருக்காங்க. The great நெடுமுடி வேணு சார். ஸோ இந்த படம் வந்து ஒரு எப்படி நம்ம வந்து தீபாவளி கிறிஸ்மஸ் கொண்டாடுறோமோ அந்த மாதிரி ஒரு பண்டிகை இந்த படம். எல்லாருக்கும் இந்த படத்துல ஏதோ ஒரு விஷயம் இருக்கு. ஸோ ஐ நோ யூ ஆல் வில் கம் அண்ட் சப்போர்ட் திஸ் ஃபில்ம். இந்த படத்துக்கு இவ்வளோ பியூட்டிஃபுல்லான ஒரு கேன்வாஸ் கொடுத்தார் மை டியரஸ்ட் கோகுலம் கோபாலன் சார். தேங்க்யூ ஃபார் யுவர் லவ் ஃபார் சினிமா சார். A big round of applause for Gopalan sir. அவர் வந்து he is very young at heart and அவர் வந்து இப்போவும் டெய்லி சினிமா பத்தி நிறைய யோசிப்பாரு. He is a really passionate film lover. Thank you so much Gopalan sir. Thank you Chidambaram and my dear Jojo George for coming to this function. And this film is very important film for me. ஏன்னா நீங்க எல்லாரும் சித்தா பாத்தீங்க. Thank you so much. Thank you. அண்ட் சித்தாவை அவ்வளோ பெரிய ஹிட் ஆக்குனீங்க. அந்த படத்துக்கு அப்புறம் நான் என்னோட குருநாதரோட ஒரு படத்தில் நடிச்சிருக்கேன். ஐ கான்ட் வெயிட் ஃபார் ஆல் ஆஃப் யூ டு see it. நானும் தியேட்டர்ல உங்களோட பார்க்க போறேன். July 12th தாத்தா வராரு, கதற விட போறாரு. Thank you so much. I'll say one more thing. கன்னடாவில் படம் பண்ணியிருக்கு, தெலுங்கில் பண்ணியிருக்கு, ஹிந்தியில் பண்ணியிருக்கு, தமிழ் கூட பண்ணியிருக்கு, மலையாளம் கூட பண்ணலாம். சமர சம்பவம் பண்ணியிருக்கு. பட் கூடிய சீக்கிரம் பண்றேன். எனக்கு ரொம்ப ஆசை. அண்ட் நான் கமல் சார் கிட்ட எப்பவுமே சொல்லுவேன், கமல் சார் ரொம்ப அழகா மலையாளம் பேசுவாரு. கமல் சாரோட பெட்டரா மலையாளம் பேசி நான் ஒரு படம் நடிக்கணும். நான் ட்ரை பண்ணுவேன் சார். I'll definitely keep trying. அது வரைக்கும் நான் ட்ரை பண்ணிக்கிட்டே இருக்கேன். Sure. Thank you bro. A round of applause for this Chama, all things Chama. Thank you. Well, moving next, മലയാള സിനിമയുണ്ട്. ആ മലയാള സിനിമയിലൂടെ വന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ് ഇഫ് ഐ ആം കറക്റ്റ്. ആ സിനിമ, ആ സിനിമയ്ക്കുമുണ്ട് ഒരു കമൽ ഹാസൻ സാറിന്റെ ഒരു ടച്ച്, ഒരു ഇൻസ്പിറേഷൻ. ഞാൻ സംസാരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ പറ്റിയാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സംവിധായകൻ എന്റെ പ്രിയ സുഹൃത്തും കൂടിയായ ചിദംബരം ശ്രീ ചിതുവിനെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. നമസ്കാരം എല്ലാവർക്കും. എനിക്ക് നിങ്ങളെ പോലൊരു ഫാൻ മൂമെന്റ് ആണ്. ഐ കാൺട്ട് വെയിറ്റ് ടു വാച്ച് ദ ഫിലിം ബിക്കോസ് ഈ സിനിമ രണ്ട് വിഷണറികൾ ഒത്തുചേരുന്ന ഒരു സിനിമയാണ്. ഒന്ന് മിസ്റ്റർ ശങ്കർ സാർ, ഒന്ന് മിസ്റ്റർ കമൽ സാർ. ആൻഡ് ഐ കാൺട്ട് വെയിറ്റ് ഈ രണ്ട് വിഷണറികൾ വാട്ട് ദേ ഹാവ് ലൈക്ക് മെയ്ഡ്. ആൻഡ് ഓൾസോ മൈ ബ്രദർ സിദ്ധാർത്ഥ് ഓൾസോ റിയൂണിറ്റിംഗ് വിത്ത് ശങ്കർ സാർ. ഐ കാൺട്ട് വെയിറ്റ് ടു വാച്ച് ഇറ്റ്. ആൻഡ് ശങ്കർ സാർ ഓൾവേസ് ആസ് എ ഫിൽം മേക്കർ, ശങ്കർ സാറ് വലുതായിട്ട് സ്വപ്നം കാണാൻ എപ്പോഴും പഠിപ്പിച്ചിരുന്നു. അതൊരു വലിയ ഇൻസ്പിറേഷനാണ് ടു ഡ്രീം ബിഗ്.
പക്ഷെ എത്ര വലുതായാലും ശങ്കർ സാറിന്റെ സിനിമ എപ്പോഴും ഒരു സാധാരണക്കാരന്റെ സിനിമയായിരുന്നു. സോ ഗോകുലം മൂവീസ് ഫോർ ലൈക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഇന്ത്യൻ വണ്ണിന്റെ സമയത്ത് ഏത് തിയേറ്ററിൽ ഏത് ക്ലാസ്സിലൊക്കെ ഇരുന്ന സിനിമ ഉണ്ട്? ഞാൻ ഇന്ത്യൻ വൺ തിയേറ്ററിൽ കാണാൻ സാധ്യതയില്ല. എനിക്ക് 6 വയസ്സായിരുന്നു. ഇന്ത്യൻ വണ്ണിന് ഒരു 6 വയസ്സ് 1ാം ക്ലാസ്സിൽ. യെസ്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഫ്രണ്ടിന്റെ കമ്പ്യൂട്ടറിൽ ഇന്ത്യൻ 2ന്റെ വീഡിയോ, എന്നെ ആദ്യമായിട്ട് കമ്പ്യൂട്ടറൊക്കെ വരുന്ന സമയത്ത് ഐസോ കമൽ സാർ പാട്ടിന് മുമ്പേ മോർഫ് ചെയ്ത് വന്ന മറന്നു. ഐ വാസ് ലൈക്ക് ബ്ലോൺ അവേ വിത്ത്. സോ ദ ഫിലിം വാസ് എ വെരി ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ച് ഇന്ത്യൻ 2. ഇന്ത്യൻ 2-ൽ അത് കണ്ട ആൾ ഇപ്പോൾ ഒരു സംവിധായകനായിട്ട് ഇന്ത്യൻ 2-ൽ നിന്ന് ശങ്കർ സാറിൽ നിന്ന് മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ലൈക്ക് കാണുന്നതിന് മുമ്പുള്ള ഒരു സംവിധായകന്റെ ഹൗ ബിഗ് ഈസ് ബിഗ് ഇനഫ്, ദാറ്റ് ഈസ് ശങ്കർ സാർ. അതാണ് എനിക്ക് ഐ വാണ്ട് ടു സീ ഹൗ ബിഗ് ഈസ് ബിഗ് ഇനഫ്, ദാറ്റ് ഐ വാണ്ട് ടു സീ ഫ്രം യു. പക്ഷെ എത്ര വലുതാണ്, ഞാൻ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ സിനിമയാണ് ശങ്കർ സാർ. എല്ലാ നോർമൽ സിറ്റിസണിനെയും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന സിനിമ. ദാറ്റ് ഈസ് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ഹിസ് പെനിട്രേഷൻ ഇൻ ടു ദ പീപ്പിൾ. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ത്രൂ ഔട്ട് ആയിട്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പം the first feel which will come out of the theater is like you will carry Kamal Sir with you. അല്ലെ, നിങ്ങൾ കമൽ സാറിനെ നെഞ്ചോട് ചേർത്തിട്ടാണ് സിനിമ എന്ന് തിയേറ്ററിൽ നിന്ന് വിട്ടിറങ്ങുന്നത്. അത് ഈ ഒരു റിയാക്ഷൻ അത് എഴുതുമ്പോഴേ ചെയ്യുമ്പോഴൊക്കെ വിചാരിച്ചത് തന്നെയായിരുന്നു? തീർച്ചയായും. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു കമൽ ഫാനാണ്. അപ്പം എനിക്ക് അത് എഴുതുമ്പോഴേ എനിക്ക് അറിയാമായിരുന്നു കമൽ സാറിന്റെ പ്രസൻസ് വിൽ ബി എ വെരി ഗുഡ് അഡ്വാൻറ്റേജ് ഫോർ ദ ഫിലിം. ആൻഡ് അതൊരു സ്റ്റോറി ടെല്ലിങ്ങിനും അത് ഭയങ്കര ഉപകാരമായി. ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഫിലിം ആൻഡ് ഐ വാസ് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. So huge round of applause, ladies and gentlemen, for Chidambaram Chidu. Looking forward for all the other movies. And well, now we have a small tribute from the music director, the band which played over here. They'll have a small tribute of a few minutes. Again, to one and only Sagalagala Balaban, Kamal sir. ഒരുപാട് സന്തോഷം. ഇത്രയും ലെജൻസ് നിൽക്കുന്ന ഒരു വേദിയിൽ കമൽ സാറിന്റെ മുമ്പിൽ എസ്പെഷ്യലി സാറിന്റെ കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഞങ്ങൾ സാറിന് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. Actually sharing right now. Like we are seeing you.
60 years ജേർണിനെ ഒരു സെന്റൻസിൽ പറയാ, I love you. I hope you continue to love me. അത്രയേ ഉള്ളൂ. ഇനി പറയാൻ എന്താ ഉള്ളത്? He was saying about Manjuvel boys, how it ran well in Tamil Nadu. This is the generation who are surprised by Manjuvel boys. Let me take you back to another generation where a film called Chennai ran for 100 days in Chennai. No subtitles. Nobody knew the language. Cinema is such a beautiful. For me, വേറെ കടവുകളില്ല. അതുകൊണ്ട് it is cinema's own country. And from what time, when the budgets were so little, when the number of prints were only 19, I have come here, Kanyakumari, the number of prints that were released was about 16 or 17 prints. And then the next film, I graduated, it was 19 prints. Now this film is 638 or no, numbers are. But how did it happen? Oriki Kudi, give me that noise. That's how it happened. നിങ്ങൾ എൻജോയ് ചെയ്യുന്നവരെ the industry will become richer and you will become richer if Malayalam cinema continues to make good cinema also. It's not budget. It's good cinema. Why do I call Chidambaram Arana? I don't know him. Who is Kamala? What? This is Anuruddh stage. Why are we talking about Ilayaraja? Manjuvel boys. But we are all one family. All these films have brought me to this stage. Senapati is one name. That will keep me very happy. Better cinema. Only you can do it. More than us. Because we all look forward to you. We Thank you. കമൽ സാറിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ? Thank you. I am trying to reduce. Can I say a dialogue from Pushpa? Yes. Thank you. I think cinema itself is a language, and so that's what we are speaking now. It's നമ്മളെ പറ്റിയാണ് ഈ ഡയലോഗ്, കാതലെ പറ്റിയാണ്. മനിതർ ഉണർന്നുകൊണ്ടുള്ള ഇത് മനിതർ. Okay? നമ്മള് ഇത്, if we understand this love, it is enough. I understand it. Do you understand it? What a great love story. A happy ending to a great love story. Thank you. Thank you. Thank you so much, Kamal sir. So, there are so many people over that side. Everyone. I would request Sri Gokulam Gopalan sir to kindly come over to the dais.